ഹായ് ഫ്രണ്ട്സ്, എനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു നൈറ്റീൻ്റെ പാറ്റേൺ ആയിട്ടാണ്. ഫ്രണ്ടിൽ ഇതുപോലെ ലേസ് വർക്കും ഫ്രണ്ട് ഓപ്പണും ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് 3 മീറ്റർ തുണിയാണ്. ഇതിൻ്റെ വീതി വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണീനൊന്ന് നിവർത്തിയിടുകയാണ്. ഇവിടെ രണ്ടാക്കി നീളത്തിൽ മടക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ഇതുപോലെ ഒരു മടക്കും കൂടി തന്നെ നമ്മൾ മടക്കാം. അപ്പോൾ നമുക്ക് 4 ലെയർ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുണി മടക്കേണ്ടത്. അപ്പോൾ 34 ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ വീതി വരുന്നത്. ഇവിടെ നൈറ്റീൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 53 ഇഞ്ചാണ്, തയ്യൽത്തുമ്പ് അടക്കം. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്താണ് 9 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ നമുക്ക് 10 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് ആദ്യം മാർക്ക് ചെയ്യുക, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കം മാർക്ക് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്കി സ്കേർട്ടിൻ്റെ പോർഷനാണ് ചുരുക്കിടാനുള്ള ഭാഗം. അത് വേണ്ടത് നമുക്ക് 41 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് തയ്യൽത്തുമ്പ്, അങ്ങനെ 43 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഈ യോക്ക് പോർഷൻ്റെ തുണി ഇതുപോലെ എടുക്കാം, ഇതുപോലെ മടക്കാം, എന്നിട്ട് 4 ആക്കി മടക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കൊക്കെ ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഞാൻ പ്ലാക്കറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 ഇഞ്ച് നീളവും 17 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുക, 14 ഇഞ്ച്, അതിൻ്റെ പകുതി 7 ഇഞ്ച്, പ്ലസ് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ്. 2.5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വീതി കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. ഞാൻ സ്ക്വയർ നെക്കാണ് അതിന് കൊടുക്കുന്നത്. കുഴീൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ നൈറ്റി ആയതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് ലൂസ് വേണം. അപ്പോൾ ചുരിദാറിൻ്റെ അളവ് എടുക്കണേക്കാളും കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി ചെസ്റ്റ് റൗണ്ടാണ് ഇവിടെ വരുന്നത് 44 ഇഞ്ചാണ്, അതിൻ്റെ 4/1 11 ഇഞ്ച്, പ്ലസ് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക. ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്, 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കാൻ 1 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് കേവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി താഴെ ഒരു ഷേപ്പ് കിട്ടാൻ ഇതിൻ്റെ മിഡിലായിട്ട് 13ൻ്റെ പകുതി എടുക്കുക, 1/2 ഇഞ്ച്, എന്നിട്ട് ഇതുപോലെ ഒന്നൊരു യു ഷേപ്പ്, ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വരയ്ക്കാം. എല്ലാ മാർക്കിങ്സും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 9 ഇഞ്ചാണ് കേട്ടോ യോക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്യാണ്. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇത് വെട്ടിക്കൊടുക്കുകയാണ്, നെക്ക് പീസ്. ബാക്കിൽ ഇതുപോലെ തന്നെ വീതി കൊടുക്കുക, 2.5 ഇഞ്ച്, ഇറക്കെടുക്കുന്നത് 3.5 ഇഞ്ചാണ്. എന്നിട്ട് ഇതുപോലൊരു യു ഷേപ്പ് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ബാക്ക് സ്ക്വയർ ആക്കാം, ഇല്ലെങ്കിൽ യു ഷേപ്പ് കൊടുക്കാം. നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യണേ നോക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ തുണീനെ 4 ആക്കി മടക്കിയിട്ടുണ്ട്. ഈ തുണീനെ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ 1 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്താം. അത് നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കാനാണ്. അപ്പം അത് നമ്മുടെ തയ്യൽത്തുമ്പായിട്ട് എടുക്കാം. ഇനി ഇവിടെ നിന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്കി ഭാഗം 1/2 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് എടുക്കാം. ഇനി താഴത്തെ വണ്ണം ഞാൻ കൊടുക്കുന്നത് 7 ഇഞ്ചാണ്, പ്ലസ് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. ഇനി ഇവിടുത്തെ മുകളിലിറക്കാം ഞാൻ 3 ഇഞ്ച് കൊടുക്കുകയാണ്. ഇനി ആ മുകളിലത്തെ ആ ഒരു ഭാഗമായിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. തുമ്പ് കൊടുത്തിട്ട് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കി വന്ന് പീസ് എടുക്കാം, അത് ഇതിനിതുപോലെ മടക്കാണ്. അത് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മടക്കി തയ്ക്കാൻ എടുക്കാം, നെക്കിൻ്റെ അവിടെ. ഇതുപോലെ ഫ്രണ്ട് പീസ് എടുത്തിട്ട്
ഈ മടങ്ങിയ ഭാഗത്ത് അത് വയ്ക്കാം. എന്നിട്ട് ആ നെക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ചെയ്ത ശേഷം ഈ തുണി മാറ്റിയിട്ട് താഴേക്ക് ഒരു 2 ഇഞ്ച് വെച്ചിട്ട് എല്ലായിടത്തും ഇതുപോലെ മാർക്ക് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഭാഗത്തുള്ള നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമുക്ക് ബാക്കി വന്ന പീസിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നെക്കിൽ അവിടെ വയ്ക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നല്ല ഭാഗത്ത് ഈ ഒരു പീസ് വയ്ക്കാം. അപ്പം നല്ല വശം അതുപോലെ വെച്ചിട്ട് ഈ നെക്കിൻ്റെ ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബാക്ക് പീസ് എടുക്കുക. അതിൻ്റെ നല്ല വശത്ത് ഈ ഒരു പൈപ്പിംഗ് ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മടക്കി ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കാം. ഇവിടെ ബാക്ക് സൈഡിൽ ഞാൻ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തും ഞാൻ ഇതുപോലെ നല്ല വശത്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആ ബാക്കി ഭാഗം ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം. അപ്പോൾ ബാക്ക് സൈഡിന് നല്ല വശം ഫ്രണ്ട് സൈഡിന് നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് ആ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ അരികത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി നീറ്റായിട്ട് ആ ഷോൾഡർ ഇരിക്കും. അപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ റോങ് സൈഡിലേക്ക് ഇതുപോലെ മറിച്ചിടുക. എന്നിട്ട് അതൊന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തുള്ള ഓപ്പണിംഗ് ആണ്. അത് ഇനി എങ്ങനെ നമുക്ക് കൊടുക്കണമെന്ന് നോക്കാം. ഇനി ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ അതിൻ്റെ മിഡിൽ പോർഷന് താഴേക്ക് ഇതുപോലെ കട്ടിങ് കൊടുക്കുക. ഇനി ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി നീളം എത്ര എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ വീതി വരുന്നത് 3 ഇഞ്ചാണ്. നീളം എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു സൈഡിൽ പിടിപ്പിക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ നല്ല വശത്താണ്. രണ്ടും നല്ല വശം ചേർത്തിട്ട് പോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. മറ്റേ ഭാഗം ഇതുപോലെ നിങ്ങൾ വയ്ക്കാം. അതായത് ചീത്ത ഭാഗത്ത് വേണം, റോങ് സൈഡിൽ വേണം ഈ ഒരു പീസ് വയ്ക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു അരികെ തന്നെ അടിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഈ തുണിയിൽ ഇതുപോലെ വയ്ക്കാം. അവിടെ ഈ ഒരു അറ്റഭാഗം നിങ്ങൾ തയ്ക്കണം അവിടെ മടക്കിയിട്ട്. ഇനി ഈ ഭാഗം ഇതുപോലെയും തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മടക്കി കൊണ്ടുവരാം. സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ മടക്കാം. ഒരു മടക്ക് മടക്കിയിട്ട് ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഒരു മടക്ക് ഇതുപോലെ മടക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ വയ്ക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 ഭാഗം ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ലേസൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഹുക്കൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടൺസ് അല്ലെങ്കിൽ സിബ് എന്തെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറിയൊരു ലേസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക സ്ക്വയർ ഷേപ്പിൽ തന്നെ. ഇനി ചുരുക്കിടാനുള്ള ഒരു പോർഷൻ എടുക്കുകയാണ്. ഇത് 2 പീസ് ഉണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 34 ഇഞ്ചാണ്. ഈ തുണീനെ ഞാൻ ഇതുപോലെ ഒരു മടക്കം കൂടി മടക്കാണ്.
അറ്റത്തായിട്ട്, അതായത് ഓപ്പണിംഗ് സൈഡിലാണ് 1 ഇഞ്ച് വെച്ച് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലൊരു കർവ് ഷേപ്പിൽ വരയ്ക്കാം. ഇത് നമുക്ക് ആം ഹോളായിട്ട് അറ്റാച്ച് ചെയ്യാനാണ്. അപ്പോൾ എല്ലാ 2 സൈഡിലും ഇതുപോലെ നമുക്ക് കൈക്കുഴി പോലെ കിട്ടും. അപ്പോൾ ഈ സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷൻ ൻ്റെ അവിടെയായിട്ട് ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ നൈറ്റിക്ക് ഒരു യു ഷേപ്പ് പോലെ താഴെ ചുരുക്ക് കിട്ടുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് ഈ അറ്റം വരെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തു. ഇനി ഇവിടെ നിന്ന് മിഡിൽ പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാനൊരു 5 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ്. അവിടെയാണ് നമുക്ക് ചുരുക്കിടേണ്ടത്. നൈറ്റിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ നല്ല വശം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇതുപോലെ ചുരുക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് 2 സൈഡിലും. അപ്പോൾ 2ൻ്റെയും നല്ല വശമാണ് കേട്ടോ നമ്മളിങ്ങനെ വയ്ക്കേണ്ടത്. എന്നിട്ട് അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വേണം നിങ്ങൾ ആ ഫ്രണ്ടിൽ ആ പ്ലാക്കറ്റ് വെക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബട്ടൺസ് തയ്ച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സ്കേർട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഭാഗം ഇതുപോലെ വേണം കേട്ടോ അറ്റത്ത് എത്തേണ്ടത്. ഇനി ഞാൻ ആ ഫ്രണ്ട് ഭാഗത്തെ ആ ഓപ്പണിംഗ് സൈഡ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് അത് നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതിവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ താഴെയുള്ള പോർഷൻ ഇതുപോലെ ചുരുക്കിടാനുള്ള പോർഷൻ നമുക്ക് വെച്ച് കൊടുത്തിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ചുരുക്കെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചുരുക്കിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ അവിടുത്തെ വണ്ണം അടയാളപ്പെടുത്താം. നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിരുന്നത്, അതിവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ചെസ്റ്റ് പോർഷൻ 22 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാം. എന്നിട്ട് അത് മാർക്ക് ചെയ്യാണ്. ഇനി അങ്ങോട്ട് താഴേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അടിക്കുമ്പോൾ ഈ ബാക്കും ഫ്രണ്ട് വശത്തെയും നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് വേണം ജോയിൻ ചെയ്യേണ്ടത്. ഇനി ആ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ്. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിന് ശേഷം താഴ്ഭാഗം എടുത്തിട്ട് മടക്കി തയ്ക്കുക. ഇവിടെ നമ്മൾ നൈറ്റി ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ചെറിയ ഇതുപോലെ ഒരു ലേസ് വർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.